സർ, മണ്ഡല പുനർനിർണയത്തിൽ എതിർപ്പുള്ളത് കൊണ്ടായിരിക്കാം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ ഒരു കോൺക്ലേവ് നടത്തിയത്. സത്യത്തിൽ ആ കോൺക്ലേവ് പരാജയമായി മാറുകയാണോ? അതായത് സ്റ്റാലിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നല്ലോ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മൾ ഞെട്ടുന്ന ഒരു വാർത്ത കൊളംബോയിൽ നിന്നുള്ള സൺഡേ ടൈംസിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇഷ്യൂവിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം ഇന്ത്യൻ നാഷണൽ യൂണിയനിൽ നിന്നും വേറിട്ട് ഒരു ദ്രാവിഡ രാഷ്ട്രം രൂപീകരിക്കുവാനുള്ള നീക്കം DMKയുടെ നേതൃത്വത്തിൽ സ്റ്റാലിൻ ആരംഭിച്ചു കഴിഞ്ഞു. DMKയുടെ ഭരണഘടനയിൽ തന്നെ ദ്രാവിഡ രാഷ്ട്ര സങ്കല്പമുണ്ട്. 2018 ഈറോഡിലൊരു പ്രസംഗത്തിൽ സ്റ്റാലിൻ ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ അന്നത് നിയമപണ്ഡിതന്മാർ വിലക്കിയിരുന്നു. അദ്ദേഹത്തിന് നിയമോപദേഷ്ടാക്കന്മാർ വിലക്കിയിരുന്നതാണ്. പിന്നാലെ കോവിഡൊക്കെ വന്ന് ആ കാര്യം ഇന്ത്യയിലെ ജനസമൂഹം മറന്നുപോയി. പക്ഷേ ഇപ്പോൾ നടത്തുന്ന നീക്കം വളരെ കരുതലോടെയാണ്. 2-3 കാര്യങ്ങളിൽ സ്റ്റാലിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുകയാണ്. ഒന്ന്, നമ്മളുടെ ദേശത്തിലെ കറൻസിക്ക് ഒരു സിമ്പലുണ്ട്. അത് യാദൃശ്ചികമായി ഒരു തമിഴ്നാടുകാരനാണ് രൂപകൽപ്പന ചെയ്തത്. തമിഴ്നാട് ഗോഹട്ടി IITയിലെ ഒരു പ്രൊഫസറായ ഉദയകുമാർ ആണ് ഈ രൂപയ്ക്ക് ഒരു സംസ്കൃത സിമ്പൽ ഉണ്ടാക്കിയത്. അത് ഇന്ത്യയിൽ അതുവരെ നമ്മൾ RS എന്നും അതാത് പ്രാദേശിക ഭാഷയിലുമൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഇന്ത്യയിൽ റുപ്പിക എന്നൊക്കെ എഴുതുമായിരുന്നു. മാതൃഭൂമി പത്രം, തെക്കൻ പത്രങ്ങളൊക്കെ രൂപ എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ അതിനൊരു പൊതു സ്വഭാവം ഉണ്ടാക്കി. ഇന്ത്യൻ റുപ്പിക്ക് ഇപ്പോൾ ഡോളറിനും പൗണ്ടിനും യെന്നിനും ഒക്കെ ഉള്ളതുപോലെ ഒരു സിമ്പൽ ഉണ്ടായി. ഈ സിമ്പൽ സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ മാസം സ്റ്റാലിൻ അത് പ്രഖ്യാപിച്ചു. പകരം തമിഴിലെ രു എന്ന അക്ഷരം ആണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ തമിഴ്നാട് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർ റുപ്പിക്ക് ഉള്ള സിമ്പൽ കളഞ്ഞിട്ട് തമിഴിലെ രു എഴുതി. അപ്പോൾ സംസ്കൃതത്തിലെ രു അക്ഷരം മാറ്റിയിട്ട് തമിഴിലെ രു അക്ഷരം മാറുന്നത് സ്റ്റാലിൻ്റെ പുതിയ രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ശ്രീലങ്കൻ പത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1. 2, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടാണ് സ്റ്റാലിൻ ഗവൺമെൻറ് തമിഴ്നാട്ടിൽ നീങ്ങുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം ത്രിഭാഷാ പദ്ധതിയാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ. തമിഴ്നാട് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ദ്വിഭാഷാ പദ്ധതിയാണ്. അവർ ഹിന്ദി സ്വീകരിക്കില്ല. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന പേരും പറഞ്ഞ് 1960കളുടെ മധ്യത്തിൽ വലിയ പ്രക്ഷോഭം നടന്ന നാടാണ് തമിഴ്നാട്. അത് DMK ആണ് അത് നയിച്ചത്. ഭാഷാ പ്രക്ഷോഭം നടത്തി ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ പാർട്ടിയാണ്. അത് കരുണാനിധിയുടെ പിതാവാണത് ചെയ്തത്. പക്ഷേ അതിനുശേഷം തമിഴ്നാട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ മാറി. പിന്നെ 2 ജനറേഷൻ വന്നു കഴിഞ്ഞു. പുതിയ ജനറേഷൻ ഹിന്ദിയിൽ നല്ല പാഠവുമുള്ള ഒരുപാട് യുവാക്കളുണ്ട്. മാത്രമല്ല ഹിന്ദി സിനിമയുടെ സ്വാധീനം തമിഴ്നാട്ടിൽ ശക്തമായി. തമിഴ് സിനിമകൾ പലതും മൊഴിമാറ്റം നടത്തി ഹിന്ദി പ്രേക്ഷകർക്ക് എത്തിച്ച് വലിയ പണം കൊയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്നൊക്കെ ഇരിക്കെ ഈ കാലത്തിന് ചേരാത്ത തരത്തിലുള്ളൊരു ഭാഷാ മൗലികവാദം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്, വന്നിരിക്കുന്നു. കൂടാതെ ഉദയനിധി സ്റ്റാലിൻ എന്ന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ്. അത് COVID-19 മാരകമാണ്. അതിനെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറി എന്ന് പ്രഖ്യാപിച്ചത് ഇത് കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ അത് ഒരു സൂചനയാണ്. അത് യാദൃശ്ചികമായൊരു ടങ് സ്ലിപ്പല്ല എന്ന് ഈ കൊളംബോ പത്രം എഴുതുന്നുണ്ട്. 3-ാമത്തെ പോയിൻ്റ് അവർ ഉന്നയിക്കുന്നത് ഡീലിമിറ്റേഷൻ്റെ ഇഷ്യൂ വെച്ചുകൊണ്ട് ഉള്ളിലുള്ള കാര്യം തുറന്നു പറയാതെ സമാന ചിന്താഗതിക്കാരെന്ന് കരുതുന്ന കേന്ദ്ര വിരുദ്ധ മുഖ്യമന്ത്രിമാരുടെ എല്ലാം ഒരു കോൺക്ലേവ് ഇന്ന് ചെന്നൈക്കടുത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വിളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാലിൻ പ്രതീക്ഷിച്ച പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ പങ്കെടുക്കുന്നില്ല.
കോൺഗ്രസിൻ്റെ സമീപനം വളരെ തണുത്തതാണ്. റേവന്ത് റെഡ്ഡി തെലുങ്ക് ദേശത്ത് നിന്ന് ആ മുഖ്യമന്ത്രിയില്ല. ആകെയുള്ളത് പഞ്ചാബ് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും പിന്നെ കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അങ്ങനെ പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാലിൻ്റെ നീക്കം പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. എങ്കിലും ശ്രീലങ്കൻ പത്രത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ നീക്കവും ഈ ദ്രാവിഡ രാഷ്ട്ര സങ്കല്പത്തിന് തീ കൂട്ടാനുള്ള ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു വെളിപ്പെടുത്തൽ ഈ റിപ്പോർട്ടിലുള്ളത് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഇതിനെല്ലാം ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ആർക്കിയോളജിക്കൽ സർവേ ഏർപ്പെടുത്തി. അവർ ഏതാനും വർഷങ്ങളായി തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉൾഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദ്രാവിഡ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു പുതിയ സങ്കല്പമൊന്നുമല്ല, ഇത് വളരെ അതിപുരാതന കാലത്തെ ഉള്ളതാണ്. ദ്രാവിഡരുടെ പ്രത്യേക ഐഡൻറ്റിറ്റി, അതിന് ഉപോത്ബലകമായ തെളിവുകൾ ചരിത്രപരമായി സംഭരിച്ച് അതൊരു വലിയ വാദവും ഒരു വികാരവുമാക്കി വളർത്തിയെടുക്കാനുള്ള കുത്സിത നീക്കവും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഹിന്ദു പത്രത്തിൽ നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് കണ്ട ഒരു വാർത്തയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും അയൺ ഏജിൻ്റെ തെളിവുകൾ ലഭിച്ചു എന്ന ഒരു ഉൾഖനന റിപ്പോർട്ട്. ആ എക്സ്കവേഷൻ റിപ്പോർട്ടിൽ അന്ന് സർവേ നടത്തിയവരൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്ത് ഈ ഇരുമ്പ് യുഗം ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ് എന്നാണ്. അവർ ഈ ദ്രാവിഡ രാഷ്ട്ര സങ്കല്പത്തിന് ഈ തെളിവ് എങ്ങനെ ഉപകരിക്കുന്ന പറഞ്ഞിട്ടില്ല. പക്ഷേ ഖനനം തുടരുകയാണ്. അതിൽ ഈ കൊളംബോ പത്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ സ്റ്റാലിൻ്റെ പുതിയ രാഷ്ട്രസങ്കല്പത്തിനുള്ള തെളിവുകൾ ഡോക്യുമെൻറ്റേഷൻ സംഭരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ഉൾഖനനം എന്നാണ്. പക്ഷേ വേറൊരു സംഗതി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ സബ്ജക്റ്റാണ്. അവർക്കാണ് അതിൽ പൂർണ്ണ നിയന്ത്രണം. ഇപ്പോൾ സംസ്ഥാന ആർക്കിയോളജിയുടെ ഫൈൻഡിങ്സ് മറ്റൊരു റാറ്റിഫൈ ചെയ്താലേ അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു നിയന്ത്രിത ബോഡിയാണ് ഇതെന്ന കാര്യമൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി സർവേ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ ആദ്യം അയൺ ഏജിൻ്റെ സൂചനയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഹിന്ദു 2-3 റിപ്പോർട്ടാണ് അതിനെ കുറിച്ച് കൊടുത്തത് പല ദിവസങ്ങളിലായി. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം വന്ന ഒരു ഫുൾ പേജ് ഫീച്ചറാണ്. അപ്പോൾ അതിനകത്ത് ചരിത്രപരമായ കുറേ വസ്തുതകളൊക്കെ ഉണ്ടായിരുന്നു. ചരിത്ര അന്വേഷകർക്കും പഠിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വലിയ വിലപ്പെട്ട വിവരങ്ങളൊക്കെ അതിൽ ഉണ്ട് തീർച്ച. പക്ഷേ അതെല്ലാം ഒരു പുതിയ രാഷ്ട്രസങ്കല്പം, ഒരു വിഘടനവാദത്തിന് തീ കൂട്ടാനാണ് എന്ന് ഈ കൊളംബോ പത്രം പറയുന്നു. മാത്രമല്ല LTT തമിഴ് ഈളം വേണമെന്ന് ശ്രീലങ്കയിൽ പണ്ട് പ്രക്ഷോഭം നടത്തിയതിന് സമാനമാണ് സ്റ്റാലിൻ്റെ നീക്കമെന്നും അന്ന് LTTയുടെ നേതൃത്വത്തിന് ആശീർവാദം ലഭിച്ചത് സ്റ്റാലിൻ്റെ പിതാവായ കരുണാനിധിയുടെ കയ്യിൽ നിന്നായിരുന്നു എന്നും അവർ ഓർമ്മിക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ തമിഴ്നാടിനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റാലിൻ ഒരു ശ്രമം നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് ചില മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ BJPക്കെതിരായ ചില നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ പാർട്ടിസിപ്പേഷൻ ഇന്ന് നമ്മൾ അവിടെ കണ്ടല്ലോ. പിണറായി വിജയൻ ആദ്യം മടിച്ച് നിന്ന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു MP, ഒരു വനിതാ MP, അത് കനിമൊഴിയല്ല, വേറൊരു MPയെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ വീഴ്ത്തിയത്. ഒരു മന്ത്രി MP കൂടെ തിരുവനന്തപുരത്ത് വന്ന് നേരിട്ട് ക്ഷണിക്കുകയും ഇന്നലെ അദ്ദേഹത്തെ ചെന്നൈയിൽ സ്വീകരിച്ചത് ആ MPയുടെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു വശീകരണ സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ആലോചിച്ചാട്ടോ ആണോ അല്ലയോ എന്നറിയില്ല, പിണറായി വിജയൻ ഈ രാഷ്ട്രസങ്കല്പത്തിനൊപ്പമാണോ? ഏതായാലും കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ചില അറ്റംപ്റ്റുകളൊക്കെ നടന്നത് കേരളത്തിലുമാണ്, കൊച്ചിയിലല്ലേ. അപ്പോൾ ഈ കട്ടിങ് സൗത്ത് ഇല്ലെങ്കിൽ തമിഴ്നാട് ഒരു പ്രത്യേക രാഷ്ട്രമാക്കാം എന്ന ലക്ഷ്യം DMKയ്ക്കുണ്ട്. ഇത് DMKയുടെ ഒരു MLA ഈ അടുത്ത കാലത്ത് ഈറോഡിൽ പ്രസംഗിച്ചു. DMKയുടെ ഭരണഘടനയിലുണ്ട് തമിഴ് രാഷ്ട്രസങ്കല്പം. അതിനിയൊരു സങ്കല്പമല്ല, നമ്മളത് യാഥാർത്ഥ്യമാക്കും. അപ്പോൾ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പത്രലേഖന അദ്ദേഹത്തോട് ചോദിച്ചു, അത് നിങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയൊന്നും വായിക്കാറില്ലേ? നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല
എന്ന് മാത്രമല്ല ഈ വാദത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരാൾക്ക് വോട്ടവകാശം പോലും കിട്ടില്ല. ആ അത് ഭരണഘടനയുടെ വകുപ്പ് ഉദ്ധരിച്ചുകൊണ്ടൊരു പത്രലേഖകൻ ചോദിച്ചപ്പോൾ അയാൾക്ക് അതിന് യുക്തിസഹമായ മറുപടിയില്ലായിരുന്നു. അപ്പോൾ അതേ ചോദ്യം ഇനി കുറച്ചുകൂടെ ശക്തമായിട്ട് വരാം തമിഴ്നാട്ടിൽ. പക്ഷേ അങ്ങനെയായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഇതൊരു അർത്ഥശൂന്യ പ്രക്ഷോഭമാക്കി വളർത്താനോ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ നവോദയ സ്കൂളുകൾ ഒന്നുപോലും ആരംഭിക്കാത്ത ഏക സംസ്ഥാനം ആണ് തമിഴ്നാട്. കാരണം നവോദയ സ്കൂളിൻ്റെ സിലബസ് കേന്ദ്ര സിലബസാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പബ്ലിക് സ്കൂൾ പഠന സൗകര്യം കിട്ടുന്ന റെസിഡൻഷ്യൽ സ്കൂൾ സമ്പ്രദായമാണ് നവോദയ. അത് എല്ലാ ജില്ലകളിലും ഓരോന്ന് വീതം ആരംഭിക്കും എന്ന് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം വന്നതാണ്. ഇവിടെ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഉണ്ട്. പക്ഷേ നവോദയ സ്കൂൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടില്ല, ഇനിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ രക്ഷകർത്താക്കളുടെ എത്രയോ കുട്ടികൾക്ക് നല്ല പഠന സൗകര്യം നഷ്ടപ്പെട്ടു. കൂടാതെ ഈ ദ്വിഭാഷാ പദ്ധതി കാരണം ഹിന്ദി പഠിപ്പിക്കുന്നില്ല അവിടുത്തെ സ്റ്റേറ്റ് സ്കൂളുകളിൽ. തമിഴ്നാട്ടിലെ ഒറ്റ പബ്ലിക് സ്കൂളുകളിലും അവരുടെ സ്റ്റേറ്റ് സിലബസിൽ ഹിന്ദി പഠിപ്പിക്കുന്നില്ല. തമിഴും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. പക്ഷേ DMK നേതാക്കൾക്ക് അവിടെ ധാരാളം പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൈരുദ്ധ്യവും ഉണ്ട്. ആ കാര്യവും ഈ കൊളംബോ പത്രം പറയുന്നുണ്ട് കേട്ടോ. ചുരുക്കം പറഞ്ഞാൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയത് അമ്പെ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതൊരു പരാജയമാണെന്ന് മാത്രമല്ല, കേരള മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ വീണ്ടും വിചാരമില്ലാതെ അതിൽ പോയി പങ്കെടുക്കുകയും അതിൽ തലവെച്ച് കൊടുക്കുകയും ചെയ്താൽ അത് ദേശവിരുദ്ധ പ്രവർത്തനമായിട്ട് തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കും. അതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം. നിങ്ങൾ ദ്രാവിഡ രാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഒപ്പമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സ്റ്റാലിനോടൊപ്പം തന്നെ സ്റ്റാലിനും ആദ്യം എന്നാണ് സ്റ്റാലിൻ്റെ ഉത്തരം. അത് നമുക്ക് അവരുടെ പാർട്ടി ഭരണഘടനയിലെ പ്രഖ്യാപിത നയമാണ്. പക്ഷേ വാട്ട് അബൌട്ട് പിണറായി വിജയൻ? അദ്ദേഹം രാഷ്ട്രസങ്കല്പം ദ്രാവിഡ രാഷ്ട്രസങ്കല്പത്തിനും കട്ടിങ് സൗത്തിനും അനുകൂലമാണോ? ആണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ്. അതിന് വേറെ നിയമമുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്ത് മറുപടിയായിട്ട് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.